നോ ലുക്ക് സിക്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി നോ ലുക്ക് വിക്കറ്റ് എടുത്താണ് ഇന്ത്യയുടെ ഹാർദിക് പാണ്ഡ്യ മാസ് കാട്ടിയിരിക്കുന്നത്, അതും പാകിസ്ഥാനെതിരെ. പാകിസ്ഥാൻ ഇന്നിംഗ്സിലെ ആദ്യ ഓവർ ഇന്ത്യക്കായി പന്തെറിയാനെത്തിയത് ഹാർദിക് പാണ്ഡ്യ. ആദ്യ 3 പന്തുകൾ ഡോട്ടായി. അവിടെ പതറിയ പാക് ഓപ്പണർ സാഹിബ്സാദ ഫർഹാൻ 4ാം പന്ത് 6 ലക്ഷ്യമാക്കി ആഞ്ഞടിച്ചു. മിഡോണിൽ ഫർഹാൻ അടിച്ച പന്തും കാത്ത റിങ്കു സിംഗ് നിൽപ്പുണ്ടായിരുന്നു. ടോപ്പ് എഡ്ജ് എടുത്ത് പന്തുയർന്നപ്പോൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല റിങ്കു ക്യാച്ച് എടുക്കുമോ എന്ന്. പന്തിനെ നോക്കാതെ പാണ്ഡ്യ നടന്നെടുത്തത് നേരെ ഫർഹാൻ അടുത്ത്. റിങ്കുവിന്റെ കയ്യിൽ പന്ത് ഭദ്രമായെങ്കിലും അതൊന്നും പാണ്ഡ്യ ശ്രദ്ധിക്കുന്നില്ല. ദഹിപ്പിക്കും വിധമുള്ള നോട്ടത്തിലൂടെ ഫർഹാനെ പാണ്ഡ്യ യാത്രയാക്കി. പാണ്ഡ്യയുടെ മുന്നിലൂടെ തലകുനിച്ച് കൂടാരം ലക്ഷ്യമാക്കുന്ന ഫർഹാന്റെ ചിത്രം ഇനി ക്രിക്കറ്റ് ചരിത്രങ്ങളിൽ ഇടം നേടും. നോ ലുക്ക് സിക്സ് ക്രിക്കറ്റ് ലോകത്തിനെ പരിചയപ്പെടുത്തിയ അതേ ഹാർദിക്കിന്റെ നോ ലുക്ക് വിക്കറ്റും ഇതോടെ തരംഗമായിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ആത്മവിശ്വാസം അപ്പോൾ തന്നെ ചോർന്നു തുടങ്ങിയിരുന്നു. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയം സ്പിന്നർമാർക്ക് അനുകൂലമാണ്. അവരെത്തും മുൻപ് തന്നെ പേസർമാരെ പരമാവധി മുതലാക്കണമെന്നായിരുന്നു പാകിസ്ഥാൻ ബാറ്റർമാരുടെ ലക്ഷ്യം. എന്നാൽ അവർക്ക് അവിടെ വീണ്ടും തെറ്റി. 2ാം ഓവർ എറിയാനെത്തിയത് സാക്ഷാൽ ജസ്പ്രീത് ബുംറ. ആദ്യ പന്ത് ലക്ഷ്യത്തിന് വിപരീതമായി സിക്സറായപ്പോൾ പാകിസ്ഥാന്റെ തണുത്തിരുന്ന ആ ആത്മവിശ്വാസം വീണ്ടും ഉയർന്നു. ബുംറയെ കണ്ണെടുക്കാതെ നോക്കി ആവേശം കാട്ടിയ സൈം അയൂബ തനിക്ക് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് ഓർത്തില്ല. എന്തോ മനസ്സിലുറപ്പിച്ച ബുംറ തൊട്ടടുത്ത പന്തിനായി റണ്ണപ്പ് എടുത്തു. ബുംറയെ ബൗണ്ടറി വായിക്കാൻ നിന്ന അയൂബിന് ഒന്ന് ചിന്തിക്കാൻ പോലും സാധിച്ചില്ല. ഷോട്ടിനായി ബാറ്റ് ഉയർത്തും മുൻപ് തന്നെ പന്ത് അയൂബിന്റെ കാലിൽ വന്ന് പതിച്ചിരുന്നു. സാക്ഷിയായ അമ്പയർ കുമാർ ധർമ്മസേനയ്ക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും സമയം വേണ്ടി വന്നില്ല. വലത് ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർന്നു. അതായെത്തി ബുംറയുടെ കൊലച്ചിരി. തന്റെ കരിയർ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാന് മറുപടിയായിട്ടുള്ള കൊലച്ചിരി. അവിടെ തീർന്നു അയൂബിന്റെയും പാക് ടീമിന്റെയും ആത്മവിശ്വാസം. അതിൽ നിന്ന് കരകയറാനാകാതെ തോൽവിയുടെ രുചി അറിഞ്ഞ പാകിസ്ഥാൻ കൊളംബോ വിട്ടു. ഇനിയും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടെന്ന തിരിച്ചറിവോടെ. അമിത ആത്മവിശ്വാസം, എതിരാളികളോട് കാട്ടിയ പുച്ഛം. ഇന്ത്യ പാക് എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചത് ഈ 2 ഘടകങ്ങളായിരുന്നു. വാക്കിലുള്ള ഉശിര് പ്രവൃത്തിയിൽ കാട്ടാൻ സാധിക്കാതെ വന്നപ്പോൾ കൊളംബോയിൽ പാകിസ്ഥാൻ നേരിടേണ്ടി വന്നത് നാണം കെട്ട തോൽവിയാണ്. ഇന്ത്യക്ക് മറക്കാനാകാത്ത ഓർമ്മ നൽകും. ജസ്പ്രീത് ബുംറയുടെ കരിയർ അവസാനിപ്പിക്കും. ഉസ്മാൻ താരിഖ് കൊടുങ്കാറ്റാകും തുടങ്ങിയ ഒരുപാട് വെല്ലുവിളികളാണ് മത്സരത്തിന് മുൻപ് തന്നെ പാകിസ്ഥാൻ നടത്തിയിരുന്നത്. എന്നാൽ ഗാലറിയിൽ ഇരുന്നു കൊണ്ടല്ല, ഗ്രൗണ്ടിലെ പ്രകടനത്തിലൂടെ തന്നെ തക്കതായ മറുപടിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. അതും വെറും നോട്ടം കൊണ്ടും ചിരി കൊണ്ടും. ഇഷാൻ കിഷന്റെ വമ്പനടി കണ്ട് ഞെട്ടിയ പാകിസ്ഥാൻ ടോപ്പ് ഓർഡർ ബാറ്റർമാർ അതുപോലെ ആവർത്തിക്കാൻ ഇറങ്ങിയതാണ് അവർക്ക് തിരിച്ചടിയായത്. ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും കൂടെ ചേർന്ന അവരുടെ അസ്ഥിവാരം തോണ്ടുമെന്ന് ഒരിക്കലും ചിന്തിച്ചു കാണില്ല. KGF സിനിമയിലെ ഡയലോഗ് പോലെ മുറിവേറ്റ സിംഹത്തിന്റെ ഗർജനമായിരുന്നു ഹാർദിക്കിന്റെ നോ ലുക്ക് വിക്കറ്റും ബുംറയുടെ കൊലച്ചിരിയും.